അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1266, സൂറത്തുൽ അൻഫാൽ 48-49 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فإن الله عزيز حكيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإذ زين لهم الشيطان أعمالهم. അവിശ്വാസികൾക്ക് പിശാച് അവരുടെ പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി കാണിച്ചു കൊടുത്ത സന്ദർഭം ഓർക്കുക. വഖാല, അവൻ പറയുകയും ചെയ്തു, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരുമില്ല. വഇന്നീ ജാറുൽ ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളുടെ സംരക്ഷകനാണ്. ഫലമ്മാ തറാഅത്തിൽ ഫിഅത്താനി, അങ്ങനെ രണ്ടു സംഘങ്ങൾ മുഖാമുഖം കണ്ടുമുട്ടിയപ്പോൾ നകസ അലാ അഖബൈഹി, അവൻ പുറകോട്ട് മടങ്ങി, അഥവാ പിന്തിരിഞ്ഞോടി. വഖാല, അവൻ പറയുകയും ചെയ്തു, ഇന്നി ബരീഉം മിൻകും, മുശ്രിക്കുകളെ ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവായവനാകുന്നു. ഇന്നി അറാ മാലാ തറൗൻ, കാരണം നിങ്ങൾ കാണാത്ത ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നി അഖാഫുല്ലാഹ്, നിശ്ചയം ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അവൻ പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇത് യഖൂലുൽ മുനാഫിഖൂന, കപടന്മാര് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. വല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകളും പറഞ്ഞ സന്ദർഭം. എന്തു പറഞ്ഞു? ഗർറ ഹഉലാഇ ദീനുഹും, ഈ കൂട്ടരെ, അതായത് മുസ്ലിമീങ്ങളെ, അവരുടെ മതം വഞ്ചിച്ചിരിക്കുന്നു, മതത്തോടുള്ള ഇഷ്ടം കൊണ്ട് അവർ ചതിയിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ വമൻ യതവക്കൽ അലല്ലാഹി, അള്ളാഹുവിന്റെ മേലിൽ ആരെങ്കിലും ഭരമേൽപ്പിച്ചാൽ ഫഇന്നല്ലാഹ അസീസുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതാപിയും ഹക്കീമുൻ, യുക്തിയുക്തം പ്രവർത്തിക്കുന്നവരുമാണ്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും എന്നർത്ഥം. ബദറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് ഈ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. പിശാച് അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരുമില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്ത് മുശ്രിക്കുകളെ കുളത്തിലിറക്കിയ സംഭവം. അതെന്താണെന്ന് വെച്ചാൽ, ബദറിൽ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ മറ്റൊന്നാണിത്. അതായത് ബദറിലേക്ക് പുറപ്പെടാൻ അബൂജഹലും കമ്പനിയും തീരുമാനിച്ചപ്പോ അവരുടെ മനസ്സിലൊരാശങ്ക വന്നു. അതെന്താണ്? ബനൂ ബക്കർ ബിൻ കിനാന എന്ന് പറയുന്ന ഒരു ഗോത്രം, അറബി ഗോത്രം തന്നെ, ആ ഗോത്രം ഞങ്ങളെ മക്കയെ ആക്രമിക്കുമോ എന്ന ഭയം ഓർക്ക് വന്നു. ഞങ്ങൾ ഇവിടുന്ന് പോയാൽ ആ ഗോത്രക്കാർ മക്കയെ ആക്രമിക്കുമോ എന്ന ഭയം. എന്റെ കാരണം എന്താ വെച്ചാൽ, ഖുറൈശികൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ബനൂ ബക്കർ ബിൻ കിനാനയിൽപ്പെട്ട ഒരാളെ കൊല ചെയ്തിരുന്നു. ആ കൊല ചെയ്തതിന് പ്രായശ്ചിത്തവും അതേപോലെ തന്നെ പകരവും ചോദിക്കാൻ അവർ ഏതു സമയത്തും നമ്മുടെ നാട് അറ്റാക്ക് ചെയ്തേക്കാമെന്ന ഭയം അവർക്കുണ്ടായിരുന്നു. അപ്പം മക്കത്തെ നേതാക്കന്മാരെല്ലാം പുറത്തുപോയൊരു സന്ദർഭം ശരിക്കും അവരതിന് ഉപയോഗപ്പെടുത്തിയാലോ എന്ന ഭയം അതവർക്ക് വന്നു. കാരണം കൊല്ലപ്പെട്ട ആൾക്ക് അതിന് പ്രതികാരം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അവരുള്ളത്.
മാത്രവുമല്ല ബനൂ ബക്കർ ഗോത്രവും ഇവരും തമ്മിൽ ഖുറൈശികളും തമ്മിൽ നേരത്തെ തന്നെ പല സംഘടനകളും നടന്നിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരു വലിയ ഭീഷണിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പോകും എന്നൊരാശങ്ക അവരുടെ മനസ്സിൽ വന്നു. ആ സമയത്ത് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് പിശാജ് ലഅനത്തുല്ലാഹി അലൈഹി അവരുടെ അടുത്ത് വരികയാണ്. ഏത് രൂപത്തിൽ? സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജഅ്ശം എന്ന് പറയുന്ന ആളുടെ കോലത്തിൽ. അതായത് ഈ ബനൂ ബക്കർ ബിൻ കിനാന ഗോത്രത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള ലീഡർഷിപ്പുള്ള ആളാണ് അദ്ദേഹം ബനൂ കിനാനയിലെ. എന്നിട്ട് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ വന്ന് പിശാജിന്റെ കുറെ സംഘങ്ങളും കൂടെയുണ്ട്. പിശാജ് പ്രത്യേകം അവന്റെ കൊടിയും അവരുടെ കൂടെ കരുതിയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് മുശ്രിക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ഇന്നൊന്നുകൊണ്ടും ഭയപ്പെടണ്ട, മക്കക്കാരെന്താ ബനൂ ബക്കർ ഗോത്രം എന്തായാലും നിങ്ങളെ ഉപദ്രവിക്കില്ല, അവരെ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇനി യുദ്ധത്തിൽ തന്നെയും നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും തരാൻ ഞാനും എന്റെ ആളുകളുമുണ്ട്. അതാണ് ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്. മക്കത്തെ ജനങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളിൽ നിന്ന് ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും, ജനങ്ങളിൽ നിന്ന് ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താ? വാനജാറുലക്കും മുജീറുക്കും മിൻ ബനീ കിനാന, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാനുണ്ട്, ബനൂ കിനാന നിങ്ങളെ ഉപദ്രവിക്കില്ല എന്ന ഉറപ്പ് ഞാൻ തരികയും ചെയ്യാം എന്ന് ഇബ്ലീസ് പറഞ്ഞു. അതോടുകൂടെ അബൂജഹലിനും കമ്പനിക്കും എന്തായി? ഒരു വല്ലാത്ത ആശ്വാസം വന്നു. കാരണം ബനൂ ബക്കർ ബിൻ കിനാന ഗോത്രം അവരെ അപ്രതീക്ഷിതമായ ഒരു അറ്റാക്കിന് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുമോ എന്ന ഭയം അവരുടെ മനസ്സിലുണ്ടായപ്പോ തെല്ലൊരാശങ്ക യുദ്ധത്തിന് പോകുന്നതിൽ നിന്ന് ഇടക്ക് വന്നു. പക്ഷെ ഇബ്ലീസ് വന്ന് സുറാഖത്ത് ആ ഗോത്രത്തിലെ ഒരാളുടെ കോലത്തിൽ വന്ന്, നിങ്ങൾ പേടിക്കണ്ട, ഗോത്രക്കാരെ നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങളെ സഹായിക്കാനും ഞാനുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സപ്പോർട്ട് കിട്ടിയെന്ന സന്തോഷത്തോടുകൂടെ അവർ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ യുദ്ധത്തിൽ ചെന്ന് യുദ്ധത്തിന്റെ അണിയൊക്കെ റെഡിയായി വരികയാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഇബ്ലീസ് കണ്ടത്. അത് കാണുന്ന സമയത്ത് ഈ ഇബ്ലീസിന്റെ, അഥവാ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിൽ വന്ന ഇബ്ലീസിന്റെ കൈ ഹാരിസ് ബിൻ ഹിഷാം എന്ന ഒരു മുശ്രിക്കിന്റെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരും വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണ്. ആ വർത്തമാനം പറഞ്ഞു നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകളുടെ രംഗപ്രവേശനം. മലക്കുകൾ ഇങ്ങനെ ലാൻഡ് ചെയ്യണത് ആര് കാണുന്നത്? ഇബ്ലീസ് കാണുന്നത്. അത് കണ്ടോടുകൂടെ ഇബ്ലീസ് ഹാരിസ് ബിൻ ഹിഷാമിന്റെ കയ്യിൽ നിന്ന് പതുക്കെ കൈ വിട്ട് അദ്ദേഹം പിന്നിലേക്ക് പുറകോട്ട് മാറി പോടാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായപ്പോ ഹാരിസ് അയാളെ പിടികൂടി. നിങ്ങളിപ്പോ പോകാൻ പാടില്ല, ഈ സമയത്ത് നിങ്ങൾ പോകാൻ പാടില്ലാത്ത ഖദൂലുന ഫി ഹാദിഹിൽ ഹാൽ, ഇങ്ങനത്തെ ഒരവസ്ഥയിലാണോ, ഒരു നിർണായകമായ ഘട്ടത്തിലാണോ നിങ്ങൾ ഞങ്ങളെ ചതിക്കുന്നത്? നിങ്ങളാണല്ലോ ഞങ്ങളെ സഹായത്തിനുണ്ടാവുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ധൈര്യം ഞങ്ങൾക്ക് തന്നത്. ഇപ്പൊ എന്നിട്ട് നിർണായക സമയത്ത് പാലം വലിക്കുന്നോ? അതുകൊണ്ട് നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് ഹാരിസ് ബിൻ ഹിഷാം ഇബ്ലീസിനെ പിടിച്ചു. അതായത് സുറാഖത്ത് ബിൻ മാലിക്കിനെ പിടിച്ചപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്ത് ചെയ്തു? അവന്റെ നെഞ്ചത്തേക്ക് നല്ലൊരു തട്ടുകൊടുത്ത് അവൻ നിലത്ത് വീണു. അങ്ങനെ ഇബ്ലീസും അവന്റെ ആളുകളും ഓടി രക്ഷപ്പെട്ടു. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരഭിപ്രായം, ഇബ്ലീസും അവന്റെ ആളുകളും അവിടുന്ന് നേരെ ഓടിയിട്ട് നേരെ കടലിൽ ചെന്ന് ചാടുകയാണ്. കാരണം എന്താ? അവൻ പറയാണ്, പടച്ചോനെ യാ റബ്ബി മാ വഅതനി, നീ എനിക്ക് വാഗ്ദാനം ചെയ്തൊരു സമയമുണ്ടല്ലോ, എന്ത് അന്ത്യനാൾ വരെ എന്ത് ചെയ്യാം, ജീവിക്കാൻ അവസരം തരാമെന്ന്, അതുകൊണ്ട് എന്നെ നീ ശിക്ഷിക്കല്ലേ, മലക്കുകളെ വിട്ടുകൊണ്ട് എന്നെ നീ കൊന്നുകളയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് ഓടി. അതാ ഇബ്ലീസിന്റെ പേടിപ്പ് അതാണ്. അല്ലാതെ പടച്ചോന്റെ ശിക്ഷയെ പേടിച്ചിട്ട് ഓടി എന്ന് പറഞ്ഞാൽ അവൻ നന്നായി എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അവൻ ചിന്തിക്കുന്നത് എന്താണ്? മലക്കിനെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ടു. അങ്ങനെ ഭയപ്പെട്ടപ്പോൾ അവൻ ഓടുകയാണ് ചെയ്തത്. അതോടുകൂടെ മക്കത്തെ മുശ്രിക്ക് അവരുടേതായിട്ടുള്ള ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും തകർന്നുപോയ ഒരവസ്ഥയിലേക്ക്, ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് അവരെത്തുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിലുള്ള സുറാഖത്ത് ബിൻ മാലിക് എന്ന ബനൂ ബക്കർ ബിൻ കിനാനയിലെ ആ നേതാവ്, അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. കാരണം എന്റെ രൂപത്തിൽ ഒരു ആൾമാറാട്ടം ഇവിടെ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയുന്നില്ല. അങ്ങനെ
മക്കയിൽ വന്ന് ഇവര് തിരിച്ചു മക്കയിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് അവര് പറയാണ്, ഈ സുറാക്കയാണ് നമ്മളെ ഇவ்விധത്തിൽ കുളത്തിലിറക്കാൻ കാരണം, ജനങ്ങൾ ഓടാൻ കാരണം സുറാക്കയാണ് എന്നിങ്ങനെ അയാൾ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് സുറാഖത്തുൽ മാലിക് ഈ വിവരം കേട്ടു. അദ്ദേഹം പറഞ്ഞു, എന്ത് വല്ലാഹി മാ ശഅർതു ബിമസീരിക്കും, നിങ്ങളുടെ യാത്രയെ സംബന്ധിച്ചൊന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ലായിരുന്നു. ഹത്താ ബലഗത്നി ഹസീമത്തുക്കും, നിങ്ങൾ തോറ്റോടി എന്ന വാർത്ത അറിയുമ്പോഴാണ് നിങ്ങൾ പോയി എന്ന കാര്യം തന്നെ ഞാൻ അറിയണത്, അല്ലാതെ ഞാൻ അവിടെ വന്നിട്ടില്ല. അപ്പൊ ഫഇൻദ ദാലിക തബയ്യന ലിൽ ഖൗമി അന്ന ദാലിക ശഖ്സ മാ കാന സുറാഖത ബന സുറാഖത ബൽ കാന ശൈത്താനൻ. അപ്പോഴാണ് പിന്നെ മുശ്രിക്കുകൾക്ക് മനസ്സിലാവുന്നത്, അപ്പൊ സുറാഖത്തിന്റെ രൂപത്തിൽ വന്ന ആള് സുറാഖയല്ല, മറിച്ച് പിശാചാണ് എന്ന് അപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ നോക്കൂ, അങ്ങനെ ഇബ്ലീസ് മനുഷ്യനെ കുളത്തിലിറക്കി എന്നതാണ് ഇവിടുത്തെ വിഷയം. അത് അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് അവിടെ വല്ലാത്തൊരു അനുഗ്രഹം ചെയ്തു കൊടുത്തിരിക്കുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് ഈ ആയത്തിലൂടെ. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ശൈത്താനു അഅ്മാലഹും, മുശ്രിക്കുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളെ പിശാച് നന്നാക്കി കാണിച്ചു കൊടുത്തു. അതായത് അവർ തീരുമാനിച്ചതും മുസ്ലിമീങ്ങളെ കൈകാര്യം ചെയ്യാൻ യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങിയതുമൊക്കെ അതൊരു നല്ല കാര്യമാണ് എന്ന തോന്നൽ പിശാച് അവരുടെ മനസ്സിലുണ്ടാക്കി. അതേപോലെ തന്നെ ഇബ്നു കസീർ പറയുന്നു, അത്മഅഹും അന്നഹു ലാ ഗാലിബ ലഹുമുൽ യൗമ മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല എന്നവൻ അവരോട് പറഞ്ഞു, അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാക്കി കൊടുത്തു. വനഫഅൻഹുമുൽ ഖശിയത മിന്നയൂതു ഫീ ദിയാരിഹിം മിൻ അദുവ്വിഹിം ബനീ ബക്കർ, ബനൂ ബക്കർ ഗോത്രക്കാർ അവരുടെ നാട്ടിലേക്ക് ചെന്ന് അവരെ അറ്റാക്ക് ചെയ്യുകയില്ല എന്ന ധൈര്യവും അതിൽ നിന്നുള്ള ആ ഭയത്തിൽ നിന്നുള്ള രക്ഷയും ഇബ്ലീസ് അവർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞതാണ്, അനജാറുല്ലക്കും, ഞാൻ നിങ്ങളുടെ സഹായിയാണ്, സംരക്ഷകനാണ് എന്ന്. ഈ സുറാഖത്തുൽ മാലിക് ബിൻ ജഅ്ശം എന്ന ബനൂ മുദ്ലിജ് ഗോത്രത്തിലെ ഒരു ഗോത്രത്തലവന്റെ വേഷത്തിലാണ് ഇബ്ലീസ് വന്നത്. ഇബ്ലീസ് അങ്ങനെ പല പരിപാടികളും ഒപ്പിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, യഅദുഹും വയുമന്നീഹിം വമാ യഅദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ. സൂറത്തുൻ നിസാഇന്റെ 120-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, പിശാചുകൾക്ക് പല വാഗ്ദാനങ്ങളും തരും, നിങ്ങളെ മോഹിപ്പിക്കും. എന്നാൽ പിശാചിന്റെ വാഗ്ദാനങ്ങളെല്ലാം അതൊരു തരം ചീറ്റിംഗ് ആയിരിക്കും. ഇത് തിരിച്ചറിഞ്ഞ് പിശാചിന്റെ കെണിവലയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുൻകരുതൽ എടുക്കുക എന്നതാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ സ്വീകരിക്കേണ്ടത് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇബ്ലീസ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഏതൊരാളെയും വഴിതെറ്റിക്കാൻ, നേരിന്റെ റൂട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ അവൻ ആവത് പണിയെടുക്കും. ആവുന്നതെല്ലാം അവൻ ചെയ്യും. അതിനേതു വേഷവും അവൻ കെട്ടും. ചിലപ്പോ തന്റെ ഗുണകാംക്ഷിയായിട്ടുള്ള ഒരാളുടെ വേഷത്തിൽ വന്ന് അയാളാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് തെറ്റായ ഉപദേശങ്ങൾ നൽകി ശരിയായ റൂട്ടിൽ നിന്ന് ആളെ തെറ്റിച്ചു കൊണ്ടുപോകും. ഇതാണിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഖുർആൻ എത്രയോ സ്ഥലത്ത് അവന്റെ ചതിയെ സംബന്ധിച്ച് സമൂഹത്തെ കൃത്യമായി ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഏത് നിർണായകമായ ഘട്ടത്തിലും ആളുകളെ അവന്റെ വഴിക്ക് കൊണ്ടുവന്ന് അവരുദ്ദേശിക്കുന്ന വഴികേടിന്റെ സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചതിനു ശേഷം അവൻ നൈസായി ആ സന്ദർഭത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സ്വഭാവമാണ് ഇബ്ലീസിനുള്ളത്. ഇപ്പൊ ഇവിടെ തന്നെയാണല്ലോ ഉണ്ടായത്. ഇപ്പൊ മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ ബനൂ ബക്കർ കിനാന ഗോത്രം ഞങ്ങളെ ഉപദ്രവിച്ചേക്കുമോ എന്ന ആശങ്ക വന്നപ്പോൾ യുദ്ധത്തിന് പോകേണ്ടതില്ല എന്നിടത്തേക്ക് അവരെത്തുകയാണ്. അവിടെയാണ് ചെന്ന് കുഴപ്പമുണ്ടാക്കിയിട്ട് അവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് അവരെ ബദറിലേക്ക് അവൻ ആനയിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട് അവരുടെ കൂടെ തന്നെ നിൽക്കുകയാണ് ഒരു നിശ്ചിത സമയം വരെ. പക്ഷെ നിർണായകമായ ഘട്ടമെത്തിയപ്പോൾ അവന്റെ സേഫ്റ്റിക്ക് ഭീഷണിയുണ്ടെന്ന് കണ്ടപ്പോൾ അവൻ നൈസായി രക്ഷപ്പെട്ടു. അതേസമയത്ത് ഈ മുശ്രിക്കുകൾ എന്താകുകയും ചെയ്തു, അവന്റെ വാക്ക് കേട്ട് ചാടി ഇറങ്ങിയിട്ടുള്ള മുശ്രിക്കുകൾ ആകെ വിഷണ്ണരാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലായിടത്തും പിശാച് ചെയ്യുന്ന ഒരു അവന്റെ തന്ത്രം തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇബ്ലീസ് അവനെ വിശ്വസിച്ച ആളുകളെ, അതേപോലെ തന്നെ അവനെ സ്വീകരിച്ച ആളുകളെ നിർണായക സമയത്ത് അവൻ എന്ത് ചെയ്യും? പാലം വലിക്കും. നിർണായക സമയത്ത് അവൻ പാലം വലിക്കും. ഞാൻ നിങ്ങളായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് നൈസായിട്ട് അവൻ പറയും. ഖുർആൻ കണ്ട സൂറത്തുൽ ഹശറിന്റെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ,
കമസലി ശൈത്താനി ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ്. പിശാചിന്റെ പ്രവർത്തനം അല്ലാഹു തആല ഉദാഹരിച്ചു പറയാണ്. ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, മരണാസന്നനാകുന്ന സമയത്ത് പിശാച് മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് പറയും, നീ നിഷേധിയായിക്കോ, ഇസ്ലാമെന്ന് രാജിവെച്ചോ, കാഫറായിക്കോ എന്ന് പറയും. എന്നാൽ നിനക്ക് വെള്ളം തരാന്നൊക്കെ അതിന്റെ വ്യാഖ്യാനങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫലമ്മാ കഫറ, ഈ മരണാസന്നനായ മനുഷ്യൻ ലാസ്റ്റ് മൂമെന്റിൽ കാഫറായാൽ കാല, ഉടനെ അവൻ പറയും, ഇന്നി ബരീഉം മിൻക, നീയുമായിട്ട് എനിക്കൊരു ബന്ധമല്ല, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നത്, ഞാൻ പോവുകയാണ്. പിന്നീട് വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ ആ മനുഷ്യന് സാവകാശം ഉണ്ടാവുന്നതിന് മുമ്പ് മരണം അയാളെ പിടികൂടുകയും ചെയ്യും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ആഖിബത്ത് നന്നായി മരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞതും എല്ലാ അമ്പിയാക്കൾ പോലും അവസാനം നന്നായി മുസ്ലിമായി മരിക്കാനുള്ള ഭാഗ്യത്തിനു വേണ്ടി ദുആ ചെയ്തതുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ നോക്കൂ, നൈസായി പിശാച് നമ്മളെ വഴിതെറ്റിക്കും. എന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗത്തെത്തിയാൽ എനിക്കതിന്റെ ഒന്നും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനാവില്ല എന്ന് പറഞ്ഞവൻ ഒഴിയുകയും ചെയ്യും, കൈ കഴുകുകയും ചെയ്യും. ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, സൂറത്തു ഇബ്രാഹിമിന്റെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാമല്ലോ. വഖാല അശ്ശൈത്താനു ലമ്മാ ഖുളിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل إن الظالمين لهم عذاب أليم. പിശാച് കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടാൽ, അതായത് അവനും അവന്റെ വാക്കുകൾ കേട്ട് നിഷേധത്തിന്റെ ആൾരൂപങ്ങളായി മാറിയ നിഷേധികളും നരകത്തിലെത്തിപ്പെട്ടു. നരകത്തിന്റേതായിട്ടുള്ള ശിക്ഷകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ ചെന്ന് പിശാചിനെ കുറ്റപ്പെടുത്തും. നീയാണ് ഞങ്ങളെ ഇவ்விധത്തിലുള്ള കുളത്തിലിറക്കിയത്, ഹംക്കെ, നീ കാരണമാണ്, നിന്റെ ദുർബോധനം കേട്ടതുകൊണ്ടാണ് ഞങ്ങൾ പയച്ചുപോയത്, അതുകൊണ്ട് ഇപ്പൊ ഈ അവസ്ഥയിലെത്തി ഞങ്ങൾ എന്ന് പറഞ്ഞ് അവനോട് പരാതിയും അതോടൊപ്പം തന്നെ പ്രതിഷേധവും ഒക്കെ അറിയിക്കുമ്പോ ഇബ്ലീസ് നൈസായിട്ട് പറയും അവിടുന്നും, എന്ത്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങൾക്ക് സത്യസന്ധമായൊരു വാഗ്ദാനം തന്നു. അതായത് അവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലെത്തുമെന്നും അല്ലെങ്കിൽ നരകത്തിൽ പോകും. ആ വാഗ്ദാനം സത്യമായിരുന്നു. അതേസമയത്ത് വഅദ്തുക്കും, എന്നെ അനുസരിച്ചാൽ നിങ്ങളെ രക്ഷിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു, പക്ഷെ ഫഅഖ്ലഫ്തുക്കും, ആ വാക്കിന് ഞാൻ ലംഘനം കാണിച്ചു. ആ വാക്ക് എനിക്ക് പാലിക്കാൻ ആയില്ല, ഞാനത് പാലിച്ചില്ല. എന്നാൽ ആ വാക്ക് ഞാൻ പാലിക്കാത്തതിന് അതിന്റെ ഉത്തരവാദിത്വമൊന്നും എനിക്ക് ഏറ്റെടുക്കാനാവൂല. കാരണം എന്താ, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ ഒരു അധികാരവും എനിക്കുണ്ടായിരുന്നില്ല. മറിച്ച് ഇല്ലാ അൻ ദഅഉതുക്കും, ഞാൻ നിങ്ങളൊന്ന് തെറ്റിലേക്ക് ക്ഷണിച്ചു, ഫസ്തജബ്തും ലി, എന്റെ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം ചെയ്തു. അപ്പൊ ഈ ഉത്തരം ചെയ്ത് നിങ്ങളാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്, അല്ലാതെ വിളിച്ച ഞാനല്ല. അതായത് ആരെങ്കിലും എന്തിലേക്കെങ്കിലും വിളിക്കുമ്പോ ഒന്നും മുന്നും പിന്നും ആലോചിക്കാതെ ആ വിളിച്ച ആളുടെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ബുദ്ധിശൂന്യതയാണ് നിങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട അങ്ങനെ നരകത്തിലെത്തിയെന്ന്, മറിച്ച് വലൂമു അംഫുസക്കും, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. അതായത് നിങ്ങൾ ഇവൻ പറഞ്ഞത് കേട്ടതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അത് കേൾക്കാൻ ആരാ നിങ്ങളോട് പറഞ്ഞത്? എനിക്ക് നിങ്ങളിൽ വല്ല അധികാരം ഉണ്ടായിരുന്നുവോ? നിങ്ങൾ എന്റെ പിന്നാലെ വന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നോ? ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് മാനബി മുസ്ലിഹിയ, എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ സഹായിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞതനുസരിച്ചൊക്കെ ചെയ്തതെന്ന് പറയണൊക്കെ ഞാൻ നിഷേധിക്കുകയാണ്. ഒരിക്കലും തന്നെ ഞാൻ അതിനെ ഓൺ ചെയ്യാൻ റെഡിയല്ല. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, അക്രമികൾക്ക് ഭയങ്കര വേദനാജനകമായ ശിക്ഷ ഉണ്ട്, അത് അനുഭവിച്ചോളി. അതിന് ഞാനെന്താ വേണ്ടതെന്ന് ഇബ്ലീസ് എന്താവും ആ നിർണായകമായ ഘട്ടത്തിൽ നരകത്തുനിന്ന് പോലും അവൻ നൈസായി കൈയൊഴിയും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം, പിശാച് നമ്മുടെ ശത്രുവാണ്. അതുകൊണ്ട് പിശാച് തെറ്റുകൾ നമുക്ക് നന്നായി തോന്നിപ്പിക്കുന്ന ഘട്ടത്തിലും അതിന്റെ പിന്നാലെ കൂടുന്ന ബുദ്ധിശൂന്യത ചെയ്യാതെ
പിശാചിനെതിരെയുള്ള കർക്കശമായ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകുന്നവരാവുകയാണ് നമ്മൾ വേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. വിശദീകരണത്തിന്റെ തുടർച്ച ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവന്റെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.